ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്ത് മറിയം 32 മുതൽ 36 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ട പാരായണപരമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അഹ്കാമു തജ്വീദ്. വബർറൻ ബിവാലിദതി വബർറൻ. വാവും ബാവും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. തർക്കീഖ് ചെയ്യണം. എന്നാൽ റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. വബർറൻ വബർറൻ. ആ ബർറൻ എന്നതിലെ തൻവീനാണെങ്കിൽ അതിന് ശേഷം ബാ വന്ന കാരണത്താൽ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. മീമാക്കി മാറ്റി മണിക്കുമ്പോൾ ഫലത്തിൽ ആ മീമിന് നൽകേണ്ടതായ ഹുക്മ് ഇഖ്ഫാ ഷഫവി എന്നതാണല്ലോ. ആ രൂപത്തിൽ ചുണ്ടുകൾ പരത്തി വെച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇതാണ് ഇഖ്ഫാ ഷഫവി എന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബിവാലിദതി അങ്ങനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കുക. ബിവാലിദതി വാവിൻ്റെ ഉച്ചാരണം നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ബിവാലിദതി. വലം യജ്അൽനി. വലം എന്നതിലെ സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. വലം അല്പം പോലും മണിക്കരുത്. വലം യജ്അൽനി. യജ് ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. വലം യജ്അൽനി. ഈ പദത്തിലെ ലാം ഇൽഹാർ ചെയ്യേണ്ട ലാമാണ്. ലാമുൽ ഫിഅൽ എന്നാണ് തജ്വീദിൽ അതിന് പേര് പറയുന്നത്. അഥവാ ഫിഅലിൻ്റെ ഇടക്ക് വരുന്ന ലാം, ഫിഅലിൽ മധ്യത്തിലോ അന്ത്യത്തിലോ ആയി വരുന്ന ലാം. വലം യജ്അൽനി. ഇവിടെ വലം യജ്അൽനി എന്നൊന്നും ആയി പോകരുത് എന്നതാണ് സൂചിപ്പിച്ചത്. ജബ്ബാറൻ ഷഖിയ. ജബ്ബാറൻ. റായിന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. റായിൻ്റെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ജബ്ബാറൻ റൻ ഷഖിയ. റൻ എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യേണ്ടത്, മണിക്കുക. ജബ്ബാറൻ ഷഖിയ. ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. എന്നാൽ മക്സൂറത്ത് ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി അതിനെ ഉച്ചരിക്കുക. ജബ്ബാറൻ ഷഖിയ. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു. യൗമ വുലിദ്തു. എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഐൻ അലയ്യ തൊണ്ടയുടെ മധ്യമാണ്. തവസ്സുത്ത് അല്ലെങ്കിൽ ബൈനിയ്യ എന്ന സിഫത്ത് അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അലയ്യ യൗമ വുലിദ്തു. യൗമ വുലിദ്തു. വുലിദ്തു. അവിടെ ദാലിനെ പൂർണ്ണമായും തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ദാലിൻ്റെ ശബ്ദം അല്പം പോലും കേൾക്കുകയില്ല. ഈ ഇദ്ഗാമിൻ്റെ പേരാകുന്നു ഇദ്ഗാം അൽ മുതജാനിസൈൻ സഗീർ. ഇദ്ഗാം മുതജാനിസൈൻ സഗീർ ആണ് ഇത്. അഥവാ രണ്ടും ഒരേ മഖ്റജിൽ നിന്നുള്ള വ്യത്യസ്ത അക്ഷരങ്ങൾ. അതാണ് മുതജാനിസൈൻ, ഒരേ ജിൻസിൽപ്പെട്ട രണ്ടെണ്ണം എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഉലിത്തു. ഉലിത്തു. വയൗമ അമൂതു. വയൗമ ഉബ്അസു. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. വയൗമ ഉബ്അസു ഹയ്യ. ഹയ്യ. ഐന് എല്ലാം ക്ലിയറായി ഉച്ചരിക്കുക. ذلك عيسى ابن مريم. ذلك عيسى. عيسى എന്ന അലിഫ് മക്സൂർ അത് എന്തിനു വേണ്ടി ഇല്ലാതായി? ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ പരിഹാരമായി ഈസ എന്നതിലെ അലിഫിനെ ഹദ്ഫ് ചെയ്യുന്നു. ഈസ ഇബ്നു മറിയം. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഈസ ഇബ്നു മറിയം. റായിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക, തടിപ്പിക്കുക. ഖൗലൽ ഹഖ്. ഖൗലൽ ഹഖ്. രണ്ട് ഖാഫുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖൗല എന്ന് പറയുമ്പോൾ പൂർണ്ണമായ തഫ്ഖീമാണ്. അൽ ഹഖ് എന്ന് പറയുമ്പോൾ
നിസ്ബിയായ അപേക്ഷികമായ കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് ഖാഫിനുള്ളത് കസ്റായതുകൊണ്ട്. അപ്പോൾ ഖൗല ഫത്ഹ നൽകുമ്പോൾ പൂർണ്ണമായ തഫ്ഖീം ഖൗലൽ ഹഖ്ഖി അല്ലദീ ഫീഹി യംതറൂൻ. ഈ പദത്തിൽ സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവിയാണ്. മണിച്ചു പോവരുത്. യം എന്ന് മണിക്കണ്ട, മറിച്ച് യംതറൂൻ റൂൻ റാഇന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കണം. യംതറൂൻ മാ കാന ലില്ലാഹി മാ അലിഫ് കാന അലിഫ് ലില്ലാഹി അലിഫ് 3 അലിഫുകൾ. ഈ 3 അലിഫുകളും 3 അക്ഷരങ്ങളെ ദീർഘിപ്പിക്കുന്നു. ഒന്ന് മാ മീമിനെ ദീർഘിപ്പിക്കുന്നു, കാനയിൽ കാഫിനെ ദീർഘിപ്പിക്കുന്നു, ലില്ലാഹി ലാമിന്. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് ഇവയെല്ലാം, മീമും കാഫും ലാമും എല്ലാം. ഇവയെ ദീർഘിപ്പിക്കുന്ന അലിഫുകൾ. ആ അലിഫിലും തർക്കീഖ് വേണം. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾക്ക് തർക്കീഖാണ്. അതുപോലെ അവയെ ദീർഘിപ്പിക്കുന്ന അലിഫുകൾക്കും തർക്കീഖ്. അപ്പോൾ മാ കാന ലില്ലാഹി മോ കോന എന്നൊന്നും പറഞ്ഞു പോകരുത്, മറിച്ച് മാ കാന ലില്ലാഹി അൻ യത്തഖിദ സാക്കിനത്ത നൂൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ യത്തഖിദ മിൻ വലദ്. ഇവിടെയും ഇദ്ഗാം ബിഗുന്ന നാഖിസ് വാവിലേക്ക് നൂനിനെ ലയിപ്പിക്കുന്നു. അൻ യത്തഖിദ യായിലേക്ക് നൂനിനെ ലയിപ്പിക്കുന്നു. മിൻ വലദ് വാവിലേക്കും നൂനിനെ ലയിപ്പിക്കുന്നു. നാഖിസായ ഇദ്ഗാം. അപ്പോൾ മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. ഇദ്ഗാം ബിഗുന്ന. അൻ യത്തഖിദ മിൻ വലദ്. യത്തഖിദയിലെ ഖാഇന് കുറഞ്ഞ തഫ്ഖീമാണ്. നേരത്തെ ഖാഫ് പറഞ്ഞതുപോലെ ഇസ്തിഅലാന്റെ അക്ഷരമാണ്, എന്നാൽ മക്സൂറത്താണ്. കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. യത്തഖിദ മിൻ വലദ് സുബ്ഹാന ബൈന് ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഇദാ ഖദാ ഇദാ എന്നതിലെ അലിഫും ഖദാ എന്നതിലെ അലിഫും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേത് തർക്കീഖ്, രണ്ടാമത്തേത് തഫ്ഖീം. ഇദായിൽ ദാല് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, അതിനെയാണ് ദീർഘിപ്പിക്കുന്നത്. ഖദാ എന്ന് പറയുമ്പോൾ ദ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീം ചെയ്യണം, അതിനെയാണ് ദീർഘിപ്പിക്കുന്നത്. അപ്പോൾ അലിഫിനും തഫ്ഖീം, ഖാഫിനും പൂർണ്ണമായ തഫ്ഖീം. ഖാഫ്, ദ്വാദിൻ്റെ അലിഫ് ഇവയെല്ലാം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. ദ്വാദിൻ്റെ അലിഫിനാണെങ്കിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇദാ ഖദാ അംറൻ ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലാണ് വന്നത്, അതുകൊണ്ട് മദ് മുൻഫസിൽ ജായിസ്. ഇദാ ഖദാ അംറൻ ദ്വാദിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഹ്ദാ ഹാഫതയിൽ ലിസാൻ മഅ മാ യുഹാദിഹ മിനൽ അദ്റാസിൽ ഉൽയ. ഇതാണ് ദ്വാദിൻ്റെ മഖ്റജ്. നാവിൻ്റെ ഒരു അറ്റം, ഒരു അരു, അറ്റമല്ല അരു എന്ന് പറയാം, ഒരു സൈഡ്, അത് മഅ മാ യുഹാദിഹ അതിനോട് നേരെ നിൽക്കുന്ന മേലെയുള്ള അണപ്പല്ലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖദാ അത് ഇടതുഭാഗത്ത് നിന്നാണ് എളുപ്പം എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. വലതുഭാഗത്തു നിന്നും വേണമെങ്കിൽ ഉച്ചരിക്കാം, 2 ഭാഗത്തു നിന്നും ഉച്ചരിക്കാം, അത് അസ്ആബാണ് എന്നും മഹാനായ ഇമാം ഇബ്നുൽ ജസീരിയെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുഭാഗത്ത് നിന്ന് അരുനീളത്തിൽ ദ്വാദ് ഉച്ചരിക്കുക എന്നതാണ് ശരിയായ രീതി, അതാണ് എളുപ്പവും. ഇദാ ഖദാ അംറൻ ആ തഫ്ഖീം ഹംസിലേക്ക് വരരുത്, ശേഷം ഹംസയാണ്. റൻ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. എന്ന് മണിക്കരുത്, മറിച്ച് റൻ റാഇന് തഫ്ഖീം കൊടുക്കുക. റാഇൻ്റെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി ശേഷമുള്ള ഫാ വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. فإنما نون مشددة معنيكم يقول فإنما يقول له
മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി ഹാ ദ്വമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ലഹു കുൻ ഫയകൂൻ. കുൻ എന്ന സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. കുൻ ഫയകൂൻ. വഇന്നല്ലാഹ നൂൻ മുശദ്ദദ മണിക്കുക. റബ്ബി വറബ്ബുക്കും. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെല്ലാം റബ്ബി ആവർത്തിച്ചു വരുന്ന റാകൾ എല്ലാം തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹ്. വറബ്ബുക്കും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഫ വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. ഫഅ്ബുദൂഹ് ഐന് വ്യക്തമാക്കുക. ഫഅ്ബുദൂഹു ഹാദാ ഹാകൾ വ്യക്തമാക്കുക. വഖഫ് ചെയ്യുമ്പോൾ ഫഅ്ബുദൂഹ് എന്ന് മദ്ദ് ആരിദ് നൽകി ദീർഘിപ്പിക്കാം. ഹായിൽ സുക്കൂൻ നൽകാം. ഫഅ്ബുദൂഹ് ഹാദാ ഹാദാ സിറാത്തുൻ. സിറാത്തുൻ സ്വാദിന് കുറഞ്ഞ തഫ്ഖീം, കസ്റാണ്. റാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം. സിറാത്തുൻ താഇൻ നിസ്ബിയ തഫ്ഖീം. സിറാത്തുൻ മുസ്തഖീം. തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കുക. സിറാത്തുൻ മുസ്തഖീം. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وبرا بوالدتي ولم يجعلني جبارا شقيا. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ذلك عيسى بن مريم قول الحق الذي فيه يمترون. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. وإن الله ربي وربكم فاعبدوه هذا صراط مستقيم.